എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സച്ചിയും രേവതിയും രവീന്ദ്രൻ പറഞ്ഞതനുസരിച്ച് വിശ്വനാഥനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. വിശ്വനാഥൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ ഹിൽ ടോപ്പിലെ ഇടയ്ക്കൊരു സിനിമാ നടൻ വരുമായിരുന്നു, ശ്രീകാന്ത്. അങ്ങനെ പുള്ളി വീട്ടിലെ സച്ചിൻ രേവതി കൂടി അന്വേഷിച്ച് ചെല്ലുന്നു. അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. കോൺടാക്ട് നമ്പരൊന്നുമില്ല, അയാളുടെ ഫോട്ടോയും കയ്യിലില്ല. പക്ഷേ അയാൾ കോഴിക്കോട് എവിടെയാണ് താമസിക്കുന്നുള്ള കാര്യം മാത്രമേ ശ്രീകാന്ത് സാറിന് അറിയത്തുള്ളൂ. പിന്നെ അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെന്നാണ് സച്ചിയുടെ കോൺടാക്ട് നമ്പറെ കൊടുക്കുന്നുണ്ട്. അയാളിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളെല്ലാം സച്ചിൻ രേവതി വീട്ടിൽ വന്ന് രവീന്ദ്രനോട് പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് പറയുന്നത്. വീട്ടിൽ വന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഉടനെ സുധീർത്ത് ചോദിക്കുന്നുണ്ട്, എടാ നീ അയാൾക്ക് പൈസ കൊടുത്ത സമയത്ത് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കും. അയാളുടെ ഫോട്ടോയോ മൊബൈൽ നമ്പറോ എന്തെങ്കിലും ഉണ്ടോ? മൊബൈൽ നമ്പറിൽ വിളിച്ച് പക്ഷേ അത് കിട്ടത്തില്ല, സ്വിച്ച് ഓഫ് ആണ്. അത് വ്യാജ നമ്പറായിരിക്കാം, പക്ഷേ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോഴാണ് രേവതിയുടെ ഐഡിയ പറയുന്നത്, നമുക്ക് അവിടെ ഇവർ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത സമയത്ത് അവിടെ CCTV ഫോട്ടേജൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു. പക്ഷേ അത് സച്ചിക്കും രേവതിക്കും ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് സച്ചിൻ രേവതിയും അയാളെ അന്വേഷിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് അവരതെല്ലാം സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് സച്ചിയും രേവതിയും അയാളുടെ വിവരങ്ങളൊക്കെ പറയുന്ന സമയത്ത് സുധി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറയും, അവനെ എവിടെയെങ്കിലും കൊണ്ട് ആർക്കെങ്കിലും പണമെല്ലാം കൊണ്ട് കൊടുക്കും, അതിനുശേഷം പണമെല്ലാം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം അല്ലേടാ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും, അവരൊരു കാര്യം അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടുത്തല്ലേ, നീ എന്തിനാ സുധി അതിനിടയ്ക്ക് കയറി ഓരോ സംസാരിക്കുന്നതെന്ന് പറയും. അല്ലച്ചാ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജീവിതത്തിലുള്ളതായ രീതിയിലുള്ള ഐഡിയകളൊക്കെ പറയുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് കൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി പറയും, മതി അന്വേഷണവും കേസും ഒക്കെ, നീ പോയി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നോക്കാൻ പറയും. അയ്യോ അമ്മേ, ഞങ്ങൾക്ക് ഫുഡ് വേണ്ട, ഞങ്ങൾ ഫുഡ് കഴിച്ചെന്ന് പറയും. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഇന്ന് കരുതി ഇവിടെ ബാക്കിയുള്ളവർക്കാർക്കും ഫുഡ് കഴിക്കണ്ടായെന്ന് ചോദിക്കും. അതിനെന്താ അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഉടനെ സുധി പറയും, അപ്പം ഞങ്ങൾക്കോ? നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് തന്ന കാര്യം ഞങ്ങൾക്ക് എന്തോ ഇരിക്കുന്നടാ എന്ന് നമ്മുടെ സച്ചി ചോദിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയാം, അത് ശരിയായില്ലടാ, ഒരു വീട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കും, എല്ലാവർക്കും ഉള്ള ഫുഡ് മേടിച്ചുകൊണ്ട് വരണ്ടായെന്ന് ചോദിക്കും. അത് അച്ഛാ, ഞാൻ മനഃപൂർവ്വം തന്നെ ഇവന് ഫുഡ് മേടിക്കാമെന്ന് പറയും. അതെന്താ? അത് മുമ്പ് ഒരു തവണ ഇവൻ ഒരു ദിവസം ഷോപ്പിൽ നിന്ന് വന്നില്ലായിരുന്നല്ലോ, ആ സമയത്ത് ഞാനിവൻ വിശന്നിരിക്കണമെന്ന് കരുതി ഞാൻ ഇവന് ബിരിയാണി മേടിച്ച് ഇവൻ്റെ ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം ഇവൻ എൻ്റെ അടുത്ത് പറയുക, ഞാൻ ആ കട സ്വന്തമാക്കാൻ വേണ്ടി സോപ്പിട്ട് ബിരിയാണിയും കൊണ്ട് വന്നതാണെന്ന്. ഇതേ സെയിം അനുഭവം രേവതിക്ക് ഉണ്ടായിച്ച. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ദേഷ്യം ഇങ്ങനെ സുധിയെ നോക്കുകയാണ്. സുധി പതുക്കെ അങ്ങ് ചന്ദ്രമതിയുടെ ബാക്കിലോട്ട് വിളിക്കും. അപ്പോഴത്തേക്ക് ഇതേ സെയിം അവസ്ഥ തന്നെ നമ്മുടെ രേവതിക്ക് ഉണ്ടായിരുന്നു. അതെന്ത് പറ്റി? രേവതി പൗഡർ എടുത്ത് അവിടെ വിശന്നിരിക്കുമല്ലോ എന്ന് കരുതി അന്ന് സുധി ഷോപ്പിൽ നിന്ന് വരാത്തതുകൊണ്ട് പൗഡർ എടുത്ത് ആഹാരമൊന്നും കഴിച്ചില്ല. അവൾ വിശന്നിരിക്കണമെന്ന് കരുതി രേവതി ഫുഡ് കൊണ്ട് കൊടുത്തപ്പോൾ അവൾ പറയുന്നത്, ഞങ്ങൾ കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഞങ്ങളാണ് നീലിമ ഇവിടെ കൊണ്ടുവച്ച് വന്നത്, ഞങ്ങൾ കേസിൻ്റെ പോലെ സംസാരിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ഞങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന രീതിയിൽ രേവതിയോട് ഒരുപാട് രീതിയിൽ ഇവിടെ മോശമായി സംസാരിച്ചെന്ന് പറയും. ആണോ ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് മറുപടി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇവർക്ക് ഫുഡ് മേടിക്കാതിരുന്നത്. രേവതി എന്നോട് പറഞ്ഞതാണ് എല്ലാവർക്കും ഫുഡ് മേടിക്കുന്നത്, ഞാൻ തന്നെയാണ് പറഞ്ഞത് മേടിക്കണമെന്ന്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മളെ വിഷമമായ രീതിയിൽ വർത്തമാനം പറയുന്നവർക്ക് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് പോകുന്ന കാര്യം എന്തോ ഇരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ രവീന്ദ്രനൊന്നും മിണ്ടത്തില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്ത് വരുന്നത്. വർഷയും ശ്രീകാന്ത് വന്നല്ലോ, ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടായെന്ന് ചോദിക്കും. ഉടനെ സച്ചി പറയും, അതേ രേവതി അവരെ വിളിച്ചിട്ടാണെന്ന് പറയും. ഞങ്ങൾ ഭക്ഷണം എടുത്ത സമയത്ത് അവരെ വിളിച്ച് ചോദിച്ചു. അപ്പം വർഷയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഫുഡ് മേടിക്കേണ്ട ചേച്ചി, ഞങ്ങൾ പിസ്സ കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ശ്രീകാന്തിന് വേണ്ടപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അങ്ങനെയാണോ അമ്മേ, എനിക്ക് വയറ് വിശക്കുന്നത് സുധി ചന്ദ്രമതിയോട് പറയും. എനിക്ക് പുറത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ പോയി രേവതി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ പറയും. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധി പറയും, അമ്മ അവളോട് പോയി ദോശ എങ്ങനെ ഉണ്ടാക്കാൻ പറയും. നീ പോയി ദോശ ഉണ്ടാക്കിയ രേവതി എന്ന് പറയും. നീ ആൾ കൊള്ളാമല്ലോ, നിനക്ക് വയറ് വിശക്കുന്നെങ്കിൽ നിൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കി തരാൻ, അല്ലാതെ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡല്ല നീ കഴിക്കേണ്ടതെന്ന് പറയും. പോടാ എന്ന് പറഞ്ഞ് സുധിയെ വരട്ടുകയാണ്. ആ സമയത്ത് പറയും, ശ്രുതി നീ എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാൻ പറയും. ശ്രുതി ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാമെന്നുകൊണ്ട് സുധിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഉടനെ ചന്ദ്രമതി പറയും, എനിക്ക് പുറത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ കഴിക്കത്തില്ലെന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ പൗഡർ ഇട്ടത്തി ഉണ്ടാക്കുന്ന ഫുഡ് അമ്മ കഴിച്ചാൽ മതിയെന്ന് പറയും. ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷനാണ് ശ്രുതി ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലും. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഒരു പാല് കാച്ചി തന്നാൽ മതി, നീ പോയി പാല് കാച്ചിക്കൊണ്ട് വന്നേ എന്ന് രേവതിയോട് പറയും. ഉടനെ പറയാം, അല്ല എന്തായാലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് പൗഡർ ഇട്ടത്തി അടുക്കളോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവളുടെ അടുത്ത് പറ അമ്മയ്ക്കുള്ള പാല് കാച്ചിക്കൊണ്ട് തരാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. കാരണം സുധിയെ കണക്കല്ല സച്ചി, എന്ത് കാര്യം ഉണ്ടെങ്കിലും സച്ചി ഭാര്യയുടെ സൈഡാണ് നിൽക്കുന്നത്, ന്യായമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ. അതിനുശേഷം
നമ്മുടെ ശ്രുതി കിച്ചണിലോട്ട് കയറുകയാണ്. കിച്ചണിലോട്ട് ചെന്ന് പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങി. ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. ദോശ ഉണ്ടാക്കുന്നത് ദോശയെല്ലാം റൗണ്ടിൽ ഉണ്ടാക്കാതെ എല്ലാം കൂടി ഒരുമാതിരി പിച്ചി പറിച്ച കണക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഉടനെ നമ്മുടെ രേവതി അങ്ങോട്ട് വരും. ഇതെന്താ ഈ കാണിക്കുന്നത്? ദോശ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, ഈ ദോശമാവ് കൊള്ളത്തില്ലെന്ന് പറയും. ഉടനെ വർഷം അങ്ങോട്ട് പറയും, അത് ശ്രുതി ചേച്ചി, ഡാൻസ് അറിയാത്തവർ പറയും, അവർ പറയും ഈ കളിക്കുന്ന സ്റ്റേജ് കൊള്ളത്തില്ല, അതാണ് ഡാൻസ് അറിയാത്തതെന്ന്. അതുപോലെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാര്യം, ദോശമാവൊക്കെ നല്ലതാണ്, പക്ഷേ ചേച്ചി ഉണ്ടാക്കുന്ന രീതി ശരിയല്ല, അതുകൊണ്ടാണെന്ന് പറയും. നീ ഇതിനകത്ത് എണ്ണ പുരട്ടിയോ ശ്രുതി എന്ന് നോക്കും. ഇല്ല, എണ്ണ പുരട്ടണോ? പിന്നെ എണ്ണ പുരട്ടിയിട്ട് വേണ്ടായി ദോശ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എണ്ണയൊക്കെ പുരട്ടി കൊടുക്കാൻ ഇനി ഉണ്ടാക്കി നോക്കാൻ പറയും. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് പിന്നെയും ഒരുമാതിരി ചുരുട്ടിയൊക്കെ ഉണ്ടാകും. ഉടനെ പറയും, ഇത് ദോശയെന്നല്ല രേവതി ചേച്ചി പറയേണ്ടത്, ഇത് ഊത്തപ്പമാണെന്ന് പറയും. ഊത്തപ്പം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കിടന്ന് ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്. ഉടനെ പറയും, ശ്രുതി ചേച്ചി എനിക്കൊരു ചായ ഇട്ട് തരാമോ? ചായയോ? ആ ആ അതിനെന്താ ഇട്ട് തരാമെന്ന് പറയും. രേവതി ചേച്ചി ഇടുന്ന ഇട്ട് തരണേ എന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം വരും. അങ്ങനൊന്നും ഇടാൻ പറ്റത്തില്ല, എനിക്ക് അറിയാവുന്ന രീതി ഇട്ട് തരാമെന്ന് പറയും. എനിക്ക് ശരി, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഒരു ചായ ഇട്ട് കൊടുക്കും. ഇതെന്താ ശ്രുതി ചേച്ചി, ഇത് ചായയാണോ അതോ കഷായമോ? എന്താ, അയ്യോ ചേച്ചി ഇത് കഷായം പോലെ കഴിക്കുന്നെന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതി പറയും, ഇനി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇനി കോഫി മതിയെന്ന് പറയും. അങ്ങനെ പിന്നെ കോഫി ഉണ്ടാക്കി കൊടുക്കും. പിസ്സ കഴിച്ചപ്പോഴത്തേക്ക് വയറെല്ലാം അങ്ങ് മത്തടിച്ചാണ് കായെന്ന് പറയും. ആ സമയത്ത് ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കണമല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ 3-4 ഊത്തപ്പം കണക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചട്നി ഉണ്ടാക്കി വെക്കും. ഉടനെ ശ്രുതി അവിടെ നിന്ന് പറയും, ശ്രുതി എനിക്ക് വയറ് വിശക്കുന്നു, പെട്ടെന്ന് വല്ലതും കൊണ്ടുപോകും. അതാ വരുന്ന ശ്രുതി എന്ന് പറയും. ഉടനെ കൊണ്ടുവന്ന് നിൽക്കും. ഇതെന്താ? ആൻറ്റി ഇത് ശ്രുതി ചേച്ചിയുടെ വക സ്പെഷ്യൽ ഊത്തപ്പാന്ന് പറയും. ഉടനെ ശ്രുതി പറയാം, ഊത്തപ്പോങ്കിൽ ഊത്തപ്പം അത് കഴിക്കാമെന്ന് പറയും. അതൊരുമാതിരി വെന്തിട്ടുമില്ല, പകുതി ഭാഗം കരിയുകയും ചെയ്ത് കൊള്ളത്തില്ല. ചന്ദ്രമതി ശ്രുതി അങ്ങ് മാറ്റി വെക്കും. അപ്പോഴത്തേക്ക് ചട്ടി എന്ന് കൊണ്ട് കൊടുക്കും. എരി കാരണം വായ വെക്കാൻ പറ്റത്തില്ല. ഇതെന്താ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ആൻറ്റി എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ എന്ന് പറയും. ഒരു നേരെ ചൊവ്വേ ഒരു ദോശ പോലെ ഉണ്ടാക്കാൻ നിനക്ക് അറിയത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. എനിക്കൊന്നും വേണ്ട. ഉടനെ ശ്രുതിയും പറയും, എനിക്കും വേണ്ട, ഞാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയും. ചന്ദ്രമതി, നീ എനിക്കുള്ള പാലെങ്കിലും കാച്ചിക്കൊണ്ട് തന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് ദേഷിച്ചങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അറിയാവുന്ന രീതി ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവരും കുറ്റവും പറയുന്നത്, വായ വെക്കാൻ കൊള്ളത്തില്ലെന്നുള്ള കാര്യം ശ്രുതിക്കും അറിയാം. അതിനുശേഷം ശ്രുതി പിന്നെയും കഴിച്ച പാത്രമോളം എടുത്തോണ്ട് പോയി കഴുകുകയാണ്. ആ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി ചോദിക്കും, ശ്രുതി എനിക്ക് നിന്നോട്ട് കാര്യം ചോദിക്കാനുണ്ട്, നിനക്കെന്തെങ്കിലും നീ ഉണ്ടാക്കി തരണോ? രേവതി, എനിക്ക് നീ ഒന്നും ഉണ്ടാക്കി തരണ്ട, നീ ആരുടെയും കയ്യിൽ നിന്ന് പണം പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പണമോ? അതെ. ആരുടെ കയ്യിൽ നിന്ന്? ആൻ്റണി എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് നീ പണം പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടുകയാണ്. ശ്രുതിയുടെ മുഖഭാവം വർഷയും രേവതിയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. പറ ശ്രുതി അന്ന് ചോദിക്കും. എനിക്കറിയത്തില്ല. അന്ന് ചോദിക്കും, നിനക്കങ്ങനെ ആൻ്റണി അറിയാം? എൻ്റെ അനിയൻ കുറച്ച് നാൾ അവൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് അമ്മയുടെ പണം കട്ടുകൊണ്ട് പോയ സമയത്ത് അവനും കൂടി കൂട്ടു നിന്നിട്ട് എൻ്റെ അനിയനെ കൊണ്ട് ഇവിടുത്തെ അമ്മയുടെ പൈസ അടിച്ചു മാറ്റിയത്. എന്നിട്ട് അവനുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ സമയത്ത് അവൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവനെ സ്റ്റേഷനിൽ വരെ ആക്കി. അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ? ഇപ്പം നിനക്ക് ആൻ്റണിയെ പരിചയമുണ്ട്, നീ ഇവിടുത്തെയാണെന്നുള്ള കാര്യം ആൻ്റണിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് നീ എന്തിനാ ശ്രുതി അവൻ്റെ അടുത്തൊക്കെ പോയി പൈസ മേടിക്കുന്നത്? അവൻ നീ കരുതുന്ന കണക്കൊരു പാവമൊന്നുമല്ല, അവൻ ഫ്രോഡാണ്. പിന്നെ അവന് നല്ല മോഷണമുണ്ട്. അവനെ കൊണ്ടുവരുന്ന കാശൊക്കെ ഏത് രീതിയിലാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ പങ്ക് നമ്മൾ പറ്റാൻ പോയി കഴിഞ്ഞാൽ നമ്മളും കൂടി ജയിലിൽ പോകും. എന്ന് പറയാം. പറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. ഉടനെ വർഷ പറയും, നമ്മൾ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നല്ല കാര്യം പറഞ്ഞാലും ഇങ്ങനെ, അല്ലെങ്കിൽ മലേഷ്യയിലുള്ളൊരു കോടീശ്വരിയായ ഇവളെന്തിനാ അത്രയും കാശൊക്കെ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നത്? ആർക്കറിയാം ചേച്ചി, ഇതിൻ്റെയൊക്കെ പിന്നെ എന്തെങ്കിലും കാണുമെന്നൊക്കെ പറയും. അങ്ങനെ അങ്ങനെ നമ്മുടെ വർഷയും രേവതി അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഈ കാര്യം വർഷ വന്ന് നമ്മുടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും സച്ചിയും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാലും സച്ചിയേട്ടാ, ശ്രുതിയേട്ടത്തി മലേഷ്യയിലെ വലിയ കോടീശ്വരൻ്റെ മകളാന്നൊക്കെയല്ലേ പറയുന്നത്, എന്നിട്ട് എന്തിനാ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിക്കുന്നത്? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ശ്രുതിയേട്ടനെ അറിഞ്ഞുകൊണ്ടായിരിക്കുമോ ശ്രുതി ചേച്ചി പൈസ മേടിച്ചത്? എന്തായാലും നമുക്ക് ശ്രുതിയേട്ടനെ ഒന്ന് ചോദിക്കാമെന്ന് പറയും. നീ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ അവൻ പറയും പിന്നെ ഞാനോട് വഴക്കാവെന്ന് പറയും. അങ്ങനെ ശ്രുതി അങ്ങോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കും, ശ്രുതിയേട്ട അവിടെ നിന്നേ, എന്താടാ അത്? ശ്രുതിയേട്ടനും സുചേച്ചി എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. സാമ്പത്തിക ബാധ്യതയോ? ഞങ്ങൾക്കിപ്പോൾ ഒരു ബാധ്യതയുള്ളതെന്ന് പറയാൻ ആ ഡീലർഷിപ്പിൻ്റെ കാര്യത്തിൽ 30 ലക്ഷം രൂപ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് വിശ്വനാഥൻ തിരിച്ചു വരുമ്പോൾ അതങ്ങ് മാറുമെന്ന് പറയും. അല്ലാതെ സാമ്പത്തിക ഇടപാടൊന്നും ഇല്ലെന്ന് പറയും. പിന്നെന്തിനാ സുചേച്ചി ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചെന്ന് ചോദിക്കും. ആൻ്റണിയുടെ കയ്യിൽ നിന്നോ? അതെ, ആൻ്റണിയെ സുധിയേട്ടൻ അറിയാമല്ലോ. അറിയാം. ശരത്തിൻ്റെ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തവനുണ്ടായിരുന്നല്ലോ. ഓ അറിയാം, ഇവൻ്റെ അളിയനല്ലേ കള്ളൻ എന്ന് പറയും.
എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയെ വരട്ടുകയാണ്. ഉടനെ ശ്രുതി അങ്ങ് പേടിക്കും. ചോദിക്കും അതവിടെ നിൽക്കട്ടെ, അയാളുടെ കയ്യിൽ നിന്നാണ് ശ്രുതി ചേച്ചി കാശ് കടം മേടിച്ചെന്ന് പറയും. പിന്നെ ശ്രുതി കോടീശ്വരിയാണ്, അവൾക്ക് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും. ഇത് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? എൻ്റെ അടുത്ത് സച്ചിയേട്ടനാ പറയാമെന്ന് പറയും. ഇവനല്ലേ പറഞ്ഞത്, ഇവൻ്റെ അളിയൻ തന്നെ കള്ളനാ. പിന്നെ അവൻ്റെ അടുത്തല്ലേ ഇവൻ്റെ അളിയൻ കുറച്ച് നാൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നായിരുന്നു എൻ്റെ അമ്മയുടെ കയ്യിലെ കാശ് അവൻ അടിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ പേര് കേസായി, അവനെ ജയിലിലായി. അവനെ ജയിലിൽ നിന്ന് വിട്ടത് തന്നെ അത്ര ശരിയായില്ലെന്ന് പറയും. പിന്നെ ഇനി ഓരോന്ന് മോട്ടിക്കാൻ. എടാ നീ ഇപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. നിൻ്റെ ഭാര്യ ആ മോട്ടിച്ച കാശനാണല്ലോ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതെന്തിനാണ് നീ അവളത്ത് ചോദിക്കാൻ പറയും? അവൾക്കതിൻ്റെ കാര്യമൊന്നുമില്ല, നീ പോയി ചോദിക്കടാ, അപ്പോൾ അവൾ പറയുമെന്ന് പറയും. ഉടനെ പിന്നെ നീ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടുത്തെ ചോദിക്കാൻ പോവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്ത് കയറി പോകും. എങ്കിലും ശ്രുതിയുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ശ്രുതി അർജൻറ്റായിട്ട് എന്തോ കോൾ ചെയ്ത് മെസ്സേജോ കഴിച്ചോണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിയും ഈ സച്ചി പറഞ്ഞ കാര്യം ഇങ്ങനെ മൈൻഡിൽ സെറ്റ് വെച്ചോണ്ട് ഇങ്ങനെ വരികയാണ്. രണ്ടുപേരും കൂട്ടിയിടിക്കും. ഉടനെ ചോദിക്കും, എന്താ ശ്രുതി ഇത്? ശ്രുതി എവിടെ നോക്കിയാണ് വരുന്നത്? നീ എവിടെ നോക്കിയാൽ ശ്രുതി വന്നേന്ന് നോക്കും. ഞാനൊരു അർജൻറ്റായിട്ട് ഒരാൾക്കൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്, അപ്പോഴാണ് ശ്രുതി തട്ടിയിട്ടത്. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ മൈൻഡ് മാറിയിരിക്കുക. എന്തുവാ ആ സച്ചി പറഞ്ഞ് കേട്ട് എൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറിയിരിക്കുകയെന്ന് പറയും. ശ്രുതി ഇറിറ്റേറ്റ് ചെയ്തത് സച്ചിയായിരിക്കും. എന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രേവതിയാന്ന്. അവളെന്തോ പറഞ്ഞു നിൻ്റെ അടുത്ത്? അത് പിന്നെ പറയാം. സച്ചി എന്തോ പറഞ്ഞു? അത് സച്ചി അത് പോട്ടെ, നീ എന്തോ ചെയ്തുകൊണ്ടിരുന്നതാ? ഞാൻ പറഞ്ഞില്ലേ ശ്രുതി, ഞാൻ അർജൻറ്റായിട്ട് ഒരാൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നതാന്ന്. നീ ആരുടെയും കയ്യിൽ നിന്ന് കാശ് പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കും. ഞാനോ? അതെ, ഞാനറിയാതെ. എന്താ ശ്രുതി ചോദിക്കുന്നത്? നിൻ്റെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനാണോ എന്ന് ചോദിക്കും. എന്താ? നിൻ്റെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനാണോ എന്ന്? നീ കാശുള്ള വീട്ടിലെ പെണ്ണാണോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കും. എന്തൊക്കെയാണ് ശ്രുതി ചോദിക്കുന്നത്? അല്ല, എൻ്റെ അടുത്ത് സച്ചി പറഞ്ഞു നീ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ടെന്ന്. അത് ഞാനറിയാതെ. അതിൻ്റെ കാര്യം എന്താ നിനക്ക്? നീ വലിയ കാശുകാരൻ്റെ മോളല്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിപ്പോൾ അത് ശ്രുതിയുടെ ഭാഗത്തു നിന്ന്. പിന്നെ ശ്രുതി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അവിടംബരാണ്. അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പം ഇനി ശ്രുതി ചോദിക്കുന്നതനുസരിച്ച് ശ്രുതിക്ക് സത്യം എന്തായാലും ശ്രുതി പറയത്തില്ല. എന്തെങ്കിലും ഒരു കള്ളം ശ്രുതി എടുത്ത് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.